നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഞങ്ങളുടെ കയ്യിലും കാശൊന്നുമില്ല. അപ്പോഴാ ചേരുവിന്റെ അക്കൗണ്ടിൽ കുറച്ച് കാശുള്ള കാര്യം ഓർത്തത്. അത് ATM ന്ന് എടുത്തു കൊടുക്കാൻ പോയപ്പോ ചേരു ഇവിടേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചെന്നേ ഉള്ളു അച്ഛാ. ഓഹോ, അങ്ങനെയാണോ? സരോജിനിയുടെ മോൾക്ക് എന്താ പറ്റിയത്? കിഡ്നി സ്റ്റോണിന്റെ ആണെന്ന് തോന്നച്ചാ. സ്കാനിങ്ങും മറ്റും വേണമെന്ന് പറഞ്ഞപ്പോഴാ ചേരു ആന്റിക്ക് ക്യാഷ് കൊടുത്തത്. ആ, അതെന്തായാലും നന്നായി. ഇവിടെ എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ച ഉടനെ ഓടി വരുന്നുള്ള സരോജിനി. സഹായിക്കാനങ്ങും പറ്റിയില്ലായിരുന്നെങ്കിൽ അത് വലിയ നന്ദികേടായിപ്പോനെ. ആ, എന്തായാലും ചീരുന്റെ അക്കൗണ്ട് നമ്പറും കൊടുത്താ അച്ഛൻ ട്രഷറി പോയിട്ട് തിരിച്ചു വരുമ്പോ നിന്റെ കയ്യിൽ നിന്ന് ചെലവായ കാശ് അച്ഛൻ അക്കൗണ്ടിലേക്ക് തിരിച്ചിട്ടേക്കാം. അയ്യോ, അതെന്തിനാ അച്ഛാ? ഞാൻ ഈ വീടിന് വേണ്ടി ചെലവാക്കിയ കാശ് അച്ഛൻ എന്തിനാ എനിക്ക് തിരിച്ചു തരുന്നേ? നിനക്കിപ്പോ ജോലിയും വരുമാനം ഒന്നും ഇല്ലല്ലോ മോളെ. ആകെ കയ്യിലുണ്ടായിരുന്ന കാശല്ലേ, അത് നിന്റെ തന്നെ ഇരിക്കട്ടെ. അതെ, ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇതുവരെ നോക്കിയത് അച്ഛനല്ലേ. ഇനി അച്ഛൻ തന്നെ നോക്കിയാ മതി. അതാ എല്ലാവർക്കും നല്ലത്. ദച്ച, അതെന്താ അമ്പിളി അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ തമ്മിൽ വീട്ടു ചെലവിന്റെ കാര്യത്തില് വല്ല സംസാരം ഉണ്ടായോ? ഏയ്, ഒന്നുമില്ല അച്ഛാ. അമ്പിളി ചേച്ചിയുടെ സ്വരം മാറാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ. ആ, അതും ശരിയാ. അച്ഛൻ എന്തായാലും ചേരുവിന് കാശ് ഇടുവൊന്നും വേണ്ട. അത് അവൾക്ക് വിഷമാവോ അച്ഛാ? അതെ അച്ഛാ, ആ കാശ് അച്ഛൻ്റെ കയ്യിലുണ്ടാവുമല്ലോ, പിന്നെന്താ? ശരി ശരി, എന്നാ ഞാൻ പോയിട്ട് വരാം. പോട്ടെ മോളെ. ഞാൻ വിചാരിച്ചു നീ ഇപ്പൊ അച്ഛനോട് പറയുന്നു. അമ്പിളി ചേച്ചിയുടെ വർത്താനം കേട്ട പറഞ്ഞു പോവില്ലേ ചേച്ചി? വേണ്ട മോളെ, നമുക്കിടയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും 2 ദിവസം കഴിയുമ്പോൾ നമുക്കത് മറക്കാൻ കഴിയും. പക്ഷെ അച്ഛന്റെ കാര്യം അങ്ങനെയല്ല. മക്കള് തമ്മിൽ വഴക്കാണെന്ന് അറിയുമ്പോ ആ മനസ്സ് വല്ലാതെ വേദനിക്കും. ഇത്രയൊക്കെ ചെയ്തിട്ട് നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെയായതിന് അച്ഛനല്ലെങ്കിൽ തന്നെ വലിയ ദുഃഖമുണ്ട്. അതിന്റെ കൂടെ നമ്മളായിട്ട് വീണ്ടും ഇങ്ങനെ. ഇല്ല ചേച്ചി, ഞാനിനി ഒന്നും പറഞ്ഞ അച്ഛനെ വേദനിപ്പിക്കില്ല. എന്റെ വിഷമങ്ങളൊക്കെ ഞാൻ സ്വയം മനസ്സിലടക്കി വെച്ചോളാം. വാവേ, എന്താടാ ചക്കരെ? എന്താ നോക്കുന്നേ? ഭാനുമ്മയുടെ ചക്കരക്കുട്ടി, നിന്റെ അമ്മമ്മയ്ക്ക് എന്താ നിന്നോട് ഇഷ്ടമില്ലാത്തത്? പണ്ടൊക്കെ ശ്യാമമോളോട് അമ്മമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ. മോള് വലുതാവുമ്പോഴേ അമ്മമ്മയോട് മിണ്ടരുത് കേട്ടോ. ഭാനുമ്മേ, കൊച്ചിന്റെ കാതിൽ ഇതൊക്കെയാണ് രാവിലെ തന്നെ പറഞ്ഞു കൊടുക്കുന്നത്. ഓ, അല്ലെങ്കിലേ ഞാനിവിടെ എല്ലാവർക്കും ശത്രുവാ. നിന്റെ ശത്രുക്കളെ നീ തന്നെ ഉണ്ടാക്കുന്നതല്ലേ സുശീലേ? അല്ലെങ്കിൽ സോന കുളിക്കാൻ പോകുമ്പോ ഈ കുഞ്ഞിനെ നോക്കാനുള്ള ഉത്തരവാദിത്വം നിനക്കല്ലേ? ഓ, എന്നിട്ട് സോനമോള് കുഞ്ഞിനെ വെച്ച് നീട്ടിയപ്പോ നീ എന്താ പറഞ്ഞേ? നിന്റെ കെട്ടിയോന്റെ കൈ കൊണ്ട കൊടുക്കാൻ. അത് കേൾക്കുമ്പോ നിന്റെ മോക്ക് നിന്നോട് ശത്രുതയല്ലാതെ സ്നേഹം തോന്നുമോ സുശീലേ? ഓ, മതി നിങ്ങളുടെ ഒരു ഉപദേശ പ്രസംഗം. നിങ്ങൾക്കൊന്നുവേ ഞാൻ അനുഭവിച്ച കഷ്ടവും നഷ്ടവും അപമാനവും ഒന്നും അറിയണ്ടല്ലോ. ഒരു ഉപദേശം. ആ, ഈ വഴിക്കൊക്കെ വരാറുണ്ടോ? അന്ന് അമ്പലത്തിൽ കണ്ടതല്ലേ? ഭാനുഅമ്മയുടെ അഭയകേന്ദ്രം ഇപ്പൊ അമ്പലമായി ഇന്ദിര. അവിടെ ബന്ധങ്ങളില്ലല്ലോ, ഭക്തരല്ലേ ഉള്ളൂ. ആ, അതുകൊണ്ട് സമാധാനമുണ്ട്. ഓ ഓ ഓ ഓ ഓ ഓ ഓ. ആ, അത് പറഞ്ഞപ്പോഴാ ഓർത്ത്, ഞാനിന്ന് അമ്പലത്തിൽ പോയപ്പോ ആ സച്ചി സാറിന്റെ ഭാര്യയും മോളെയും കണ്ടു. ആ, അവിടുത്തെ പയ്യനും അനന്തം മാഷിന്റെ ഇളയ മകളുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചല്ലേ? ഓ, വേണ്ട വേണ്ട വേണ്ട. ഓ, ആ, ഇന്ദുവിന്റെ കല്യാണത്തിന് ഒരാഴ്ച മുൻപ് ഗോകുലിന്റെ കല്യാണം നിശ്ചയമാ. അങ്ങനെയാണത്ര തീരുമാനിച്ചിരിക്കുന്നത്. കല്യാണമേ മാഷിന്റെ മോളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. ആ, അത് കഴിയുന്നും കാത്തിരുന്നാ മതി. ചെറുക്കന്റെ മൂക്കില് പല്ലു മുളയ്ക്കും. ഇപ്പോഴത്തെ പിള്ളേരുടെ പഠിപ്പല്ലേ. അത് കഴിഞ്ഞ് വരുമ്പം തന്റെ പഠിപ്പിന് അവൻ പോരെ നമ്മള് പറയും. കേട്ടോ ഇന്ദിര,
ഒരു കാര്യം കേട്ടാ അതിന്റെ മോശം വശമല്ലാതെ നല്ല വശം നിന്റെ അമ്മ ചിന്തിക്കുന്നുണ്ടോന്ന് നോക്കിയേ. ഇനിയെങ്കിലും നിനക്ക് ഇതൊക്കെ ഒന്ന് മാറ്റിക്കൂടെ എന്റെ സുശീലേ? എന്നെ മാറ്റാൻ നിങ്ങൾ നോക്കണ്ട ബാനുമ്മേ. ഞാൻ നല്ലത് പറയാനേ അവരാരും എനിക്കോ എന്റെ കുടുംബത്തിനോ നന്മ ചെയ്തവരൊന്നും അല്ലല്ലോ. നീ എന്താ ഇന്ദ്ര ഒന്നും മിണ്ടാത്തെ? ഒന്നും വേണ്ട 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 കാര്യം. നിന്റെ ഭാര്യയുടെ അനിയത്തിനെ കല്യാണം ഉറപ്പിക്കുമ്പോ നിന്നോടൊരു വാക്ക് ചോദിച്ചോ? ഓ, നീ 100 നാവിൽ അച്ഛാന്ന് വിളിക്കുന്ന നിന്റെ അമ്മായിപ്പൻ എന്നോട് എന്ത് ചോദിക്കാനാ? ആ കുടുംബമായിട്ട് ഒരു ബന്ധവും വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കല്ലേ അമ്മയും ഞാനും ഒക്കെ. ആ, ഞാൻ തീരുമാനിച്ചത് തന്നെയാ. ഇനി ചത്താലും സുശീല ആ തീരുമാനം മാറ്റാൻ പോകുന്നില്ല. പക്ഷേ നിന്നെ ആ കാര്യത്തിൽ എനിക്ക് വിശ്വാസമില്ല. നീ കൂടെ കൂടെ വറ്റി കണ്ട കോഴിയെ പോലെ അങ്ങോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. അതുകൊണ്ടാ ചോദിച്ചത്, നീ അറിഞ്ഞായിരുന്നോന്ന്. ഇല്ല, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് അറിയുന്നത്. നിശ്ചയത്തിന് ക്ഷണിക്കുമായിരിക്കും, അത് മതിയല്ലോ. എടാ 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 അവിടെ നിക്കടാ. ആർക്കും മതിയെന്ന്? മകളുടെ നിശ്ചയം ക്ഷണിക്കാൻ ആനന്ദമാഷ് ഇങ്ങോട്ട് വരട്ടെ. 4 വർത്തമാനം എനിക്ക് ആ മനുഷ്യനോട് ചോദിക്കാനുണ്ട്. ഇളയ മോളുടെ കല്യാണം തീരുമാനിക്കുമ്പോ ഒരു വാക്ക് മൂത്ത മകളുടെ ഭർത്താവിനോട് കുടുംബത്തോട് ചോദിക്കേണ്ട കടമയില്ലേ അയാൾക്ക്? എല്ലാം രഹസ്യമായിട്ട് തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷം ക്ഷണിക്കാനായിട്ട് ഇങ്ങോട്ട് വരട്ടെ. അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഒരു സമയത്ത് ആ കുടുംബത്തിൽ ആരും ഈ പടി ചവിട്ടിക്കില്ലെന്ന് പറയുക, വേറൊരു സമയത്ത് അവരാരും ഇങ്ങോട്ട് വരാത്തതിനെ കുറ്റപ്പെടുത്തുക. അമ്മയുടെ മനസ്സ് ആഗ്രഹിക്കും പോലെ പെരുമാറാനും പ്രവർത്തിക്കാനും ഒക്കെ എന്നെ പോലെ എല്ലാവർക്കും പറ്റുമോ? ഞാൻ ഇറങ്ങുവാ, ഭാനുമേ, പോയിട്ട് വരാം. ശരി എടാ വാവേ, ആ വാവേ മോനിപ്പ മാമ പാപ്പം തരാട്ടോ. വാ 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 വാ. ഓ ഓ. ഇന്നവൻ എന്റെ പിഴവുകൾ പരസ്യമായി ചൂണ്ടിക്കാട്ടി. നാളെ അവൻ എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. ഇത് അനുവദിച്ചു കൊടുത്തുകൂടാ. മോളെ രജനി, ഈ ചീട്ടിലെ 2ാമത്തെ മരുന്ന് വേണം. കൊച്ചിന് ഭേദമായില്ലേ ചേച്ചി? ആ, ശരിയായിട്ട് വരുന്നു. മരുന്ന് മുടക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയുടെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ? ആ കുട്ടി ഏതാ? അത് നമ്മുടെ അനന്തമാഷ്ട മോളാ, ചിലങ്ക. എന്താ രജനി? ആ കൊച്ചു അന്ന് ഇവിടുന്ന് മരുന്ന് വാങ്ങിയിട്ടേ 500 രൂപ തന്നിട്ട് ബാലൻസ് വാങ്ങാതെ പോയത്. ആണോ? എന്റെ തന്നാ ഞാൻ വേണമെങ്കിൽ പോണ വഴി അവിടെ കയറി കൊടുക്കാം. ആ ശരി. ഇതിനി ഇങ്ങനെ വിട്ട പറ്റില്ല ഹർഷേ. ഇന്ദ്രനോടൊരു മയത്തിലൊക്കെ പെരുമാറിയ മതിയെന്ന് നീ പറഞ്ഞതുകൊണ്ടാ ഇത്ര നാളും പരീക്ഷിച്ചത്. അത് അബദ്ധമായെന്നാ തോന്നുന്നേ. ഞാൻ ഒതുങ്ങും തോറും അവൻ മാറിക്കൊണ്ടിരിക്കുവാണെന്നേ. ഇന്ദ്രന്റെ മുമ്പിൽ എന്റെ പഴയ സ്വഭാവം തന്നെ നല്ലത്. എന്നെ വേദനിപ്പിച്ചാലേ ഞാൻ ചത്തു കളയുന്ന അവന് തോന്നണം. ഇനി അതുകൊണ്ടും വലിയ പ്രയോജനമൊന്നുമില്ല. അമ്മയുടെ ഇത് വെറും ഭീഷണിയാണെന്ന് ഇന്ദ്രന് മനസ്സിലായി തുടങ്ങി. എന്നുവെച്ചാ അമ്മ ഇതുവരെ കാണിച്ചതൊക്കെ അഭിനയമായിരുന്നെന്നും തന്റെ കൂടെ സത്യസന്ധയായി നിന്നത് അനുപമയാണെന്നും ഇന്ദ്രൻ തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്നർത്ഥം. നീ എന്തുവർത്താനാ ഹർഷേ പറയുന്നേ? ഞാൻ ഇതുവരെ എന്റെ മോന്റെ മുമ്പിൽ അഭിനയിക്കുമായിരുന്നോ? ഹേയ്, എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ മകനെ അവന്റെ ഭാര്യയുടെ അടിമയാവാൻ ഞാൻ സമ്മതിച്ചില്ലെന്നത് സത്യം തന്നെയാ. അതിന് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? എന്റെ പൊന്ന ആന്റി, ഇത് ഞാൻ പറയുന്നതല്ല. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായവും ഇല്ല. ഞാൻ പറഞ്ഞതേ പലരുടെയും വാക്ക് കേട്ട് ഇന്ദ്രൻ അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയെന്നാ. അതുകൊണ്ടായി ഇന്ദ്രൻ അനുപമയുടെ ഭാഗത്ത് ചാഞ്ഞു തുടങ്ങിയത്. ഓ ഈശ്വരാ, ചാഞ്ഞ മരത്തിൽ പിടിച്ചു കയറാനേ അവക്ക് എളുപ്പമാ. അതിനെന്തെങ്കിലും ഒരു തടയിട്ടേ പറ്റൂ. നീയല്ലേ പറഞ്ഞത് നമുക്ക് ആലോചിച്ചൊരു വഴി കണ്ടെത്താന്ന്? ഓ, ഞാനിത് ഗൗരവമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട് ആന്റി.
എന്നോട് ഇന്ദ്ര സ്നേഹക്കുറവൊന്നും കാണിക്കുന്നില്ലെങ്കിലും അവന്റെ മനസ്സിൽ ഇപ്പൊ ഭാര്യയും കുഞ്ഞും കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ടാ അവൻ ആ കുടുംബക്കാരെ ന്യായീകരിച്ച് എന്നോട് സംസാരിക്കാൻ ധൈര്യം കാണിക്കുന്നത്. അത് മാത്രമല്ല ഹർഷേ, ആ സച്ചിയുടെ 15 ലക്ഷം തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ഹർഷയുടെ കയ്യിൽ നിന്നും പലിശയില്ലാതെ പണം വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതാ. എന്നാൽ അവനത് വേണ്ടെന്ന് പറഞ്ഞു.